ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി കസ്റ്റർഡ് ഫലൂദ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റോസ്റ്റഡ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്, 1 ലിറ്റർ പാല്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ വേണം. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവിടാതെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിക്കാകുന്നവരെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായി മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുന്തിരി, 1 കപ്പ് അനാറ്, 1 കപ്പ് ആപ്പിള്, 1 കപ്പ് മാങ്ങ, 1 കപ്പ് പച്ചമുന്തിരി, പിന്നെ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് കുറവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഒന്നും ഉടഞ്ഞു പോകാതെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർക്കണം. നമുക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് സർവ് ചെയ്യാം. നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് കോംപ്ലക്സും കൂടി ഇട്ട് ചെറി വെച്ചിട്ട് അലങ്കരിക്കാം. അപ്പോൾ ഈ ചൂടിന് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി എല്ലാ ഫ്രൂട്ട്സും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആപ്പിളും അനാറും മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.